ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി പപ്പായ ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു റൈപ്പ് പപ്പായ എടുത്തിട്ടുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് വെരി റൈപ്പ്. ആൻഡ് നമ്മൾ പപ്പായയുടെ ഫ്ലഷ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഓറഞ്ച് അല്ലെങ്കിൽ ഏറ്റവും റൈപ്പായ പോർഷൻ നിന്ന് വേണം എടുക്കാൻ. ആൻഡ് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഉള്ളിൽ നിന്ന് വേണം എടുക്കാൻ, അല്ലാതെ സ്കിന്നിൻ്റെ അടുത്തുള്ളൊരു ഫ്ലഷ് ആയിരിക്കരുത് നിങ്ങൾ എടുക്കുന്നത്. ആദ്യമായിട്ട് അപ്പോൾ നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയുള്ളൊരു മിക്സ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പപ്പായയുടെ പീസ് എടുത്ത് നന്നായിട്ട് മാഷ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ പപ്പായയുടെ ജ്യൂസ് തന്നെ ഉണ്ടാക്കി വയ്ക്കും, അതാണ് നല്ലത്. ഇനി ഇതിലോട്ട് ശരിക്കും പാലാണ് ഒഴിക്കേണ്ടത്, നല്ല ചിൽഡ് മിൽക്ക്. പക്ഷേ എനിക്ക് പാല് സൂട്ടാത്തതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് ഉപയോഗിച്ച്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ബേസൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഫൈൻ പൗഡറായിട്ടുള്ള ബേസൻ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് 2-3 പപ്പായയുടെ പീസസ് ഇട്ടിട്ട് അല്ലെങ്കിൽ പപ്പായ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. പപ്പായ ജ്യൂസാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കട്ടകളായിട്ടിരിക്കും, ബട്ട് ദറ്റ്സ് ഫൈൻ. ഇനി നമുക്ക് തേർഡ് വൺ ഇസ് ഫേസ് പാക്ക്. ഇതിന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു 2-3 പപ്പായയുടെ പീസ് എടുക്കാം. ഓട്സിൻ്റെ പൊടി, ഓട്സ് പൊടി തന്നെ എടുക്കണം, കാരണം നേരിട്ട് ഓട്സ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഇടാൻ പാടില്ല. സ്കിന്നിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ, ഞാൻ മടി കാരണമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ചും കൂടി ഹണിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫേഷ്യൽ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് പ്ലെയിൻ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക, വെറ്റായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ക്ലെൻസിങ് മിക്സ് എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ പാഡ് ഉപയോഗിച്ച് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യാം. അല്ലെങ്കിൽ കയ്യിൽ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർക്കുലർ മോഷനിൽ ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസിങ്ങിന് നമ്മൾ നോർമലായിട്ട് മിൽക്ക് ആഡ് ചെയ്യും. എനിക്ക് മിൽക്ക് സാധാരണ ചേരാറില്ല, എനിക്ക് പെട്ടെന്ന് ആഗ്നെ ബ്രേക്ക്ഔട്ട്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ എടുത്തത്. റോസ് വാട്ടറും പപ്പായം. നിങ്ങൾക്ക് മിൽക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് എടുത്തിട്ട് തന്നെ ക്ലെൻസിങ് ചെയ്യാം. ബേസിക്കലി നമ്മൾ ക്ലെൻസിങ് പ്രൊസീജിയർ ചെയ്യുന്നത് സീബം, ഡേർട്ട്, അങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊരു മസാജ് കൊടുക്കുക, സോ ദാറ്റ് ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ എൻ്റെ മുന്നാലത്തെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ ഹോം റെമഡീസിൻ്റെ വലിയൊരു ഫാനൊന്നും അല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 ഹോം റെമഡീസേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഞാൻ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൽ പറയാം. എനിക്ക് ഭയങ്കര എഫക്റ്റീവായി, എനിക്ക് അധികം ഇത് സ്കിന്നിന് ഒരിക്കലും ഹാം ചെയ്യത്തില്ല എന്ന രീതിയിലുള്ള DIYs മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ളത് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രബ് മിക്സ് എടുത്തിട്ട് എഗെയിൻ ഒരുപാട് അങ്ങ് ഹാർഷായിട്ട് ഉരയ്ക്കാതിരിക്കുക, ജസ്റ്റ് വളരെ ജെൻറ്റിലായിട്ടൊന്ന് സർക്കുലർ മോഷനിൽ എഗെയിൻ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളത് നോസിൻ്റെ ഭാഗത്താണ്. അപ്പം ഞാൻ അവിടെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് ജെൻറ്റിലായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബേസൻ അത്രയും, കടലമാവ് അത്രയും നല്ല ഫൈനായിട്ട് പൗഡർ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം അതല്ലെങ്കിൽ എഗെയിൻ സ്കിന്നിന് പോറലിൽ നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു സ്ക്രാച്ചസ് ഒന്നും. പക്ഷേ അങ്ങനെ സ്ക്രാച്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്കിൻ ബാരിയർ ഡിസ്ട്രപ്റ്റ് ആവും. അതങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. വളരെ ജെൻറ്റിലായിട്ട് കുറച്ച് ടൈം എടുത്ത് സ്ലോ ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ ഫിനിഷ് ചെയ്യുക. ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാ മിക്സുകളും നിങ്ങൾ കഴുത്തിലും കൂടി ഉപയോഗിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാനത് കഴുത്തിൽ എനിക്ക് കുറച്ചും കൂടി മെസ്സി ആക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്യുന്നത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ലിപ്സിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് കിട്ടും. വളരെ ജെൻറ്റിലായിട്ട് ലിപ്സിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രബ് ഒരു 3 to 5 മിനിറ്റ്സിനകത്ത് ഇത്തിരി ഡ്രൈ ആവാൻ തുടങ്ങും. നമുക്ക് ഒരുപാട് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉടനെ തന്നെ നല്ല പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഫേസ് മാസ്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ മടി കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ പപ്പായയുടെ ഫ്ലഷും ഓട്സ് ഫുള്ളായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. പപ്പായയുടെ ജ്യൂസ് എടുക്കുക ആൻഡ് ഓട്സ് പൊടിയും ഹണിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈവൻ ആയിട്ടൊരു പാക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ഇടാൻ പാടുള്ളൂ. വീണ്ടും ഞാൻ പറയുകയാണ്, മടി കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി ഞാൻ പപ്പായ എന്തുകൊണ്ട് ഈ ഒരു ഫേഷ്യലിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുതരാം. പപ്പായ നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ആണ്. അതായത് അതിനകത്ത് പപ്പൈൻ എന്ന് പറഞ്ഞ എൻസൈമും ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് AHAs ഉണ്ട്. അപ്പോൾ ഈ രണ്ടും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. വളരെ ജെൻറ്റിലായിട്ട് ചെയ്യത്തുള്ളൂ, ഒരുപാട് ഹാർഷൊന്നും അല്ല. പല ആൾക്കാരും ലെമൺ അത് ഇതെന്ന് പറഞ്ഞിടുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പപ്പായ ആക്ച്വലി അത് വെച്ച് നോക്കുമ്പോൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു DIY അല്ലെങ്കിൽ ഒരു ഹോം റെമഡിയാണ്. നിങ്ങൾ ലെമണിന് പകരം പപ്പായ കുറച്ചും കൂടി സേഫർ ഓപ്ഷനാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്നിൽ വർക്ക് ചെയ്യും. എക്സ്ഫോലിയേഷൻ ബേസിസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡീടാൻ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിന് സയൻറ്റിഫിക് സ്റ്റഡീസ് അധികം ഒന്നുമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഹോം റെമഡീസ് എത്രത്തോളം നമ്മുടെ ഇന്നർ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് എക്സ്ഫോലിയേഷനും ഡീടാനിനും ഒരുപാട് നല്ല ഹോം റെമഡീസ് ഉണ്ട്. ഞാനത് എൻ്റെ അപ്കമിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് എന്നൊക്കെ പറയാൻ പറ്റും, അത് നമ്മൾ മസാജ് കുറേ നേരം ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഡിഫറൻസ് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ സപ്പിളായി സ്കിന്ന്. അത്
നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. സോ വീക്ക്ലി വൺസ് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെമിക്കലി BHA ഇടേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളൊക്കെ ഡെഫിനറ്റായിട്ട് ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.